welcome back. അപ്പോൾ ഇന്ന് എനിക്ക് സ്റ്റേഷനറി പാൽ എന്നൊരു പാക്കേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, ആദ്യമൊരു കാര്യം പറയാം, പെട്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേപ്പർ ഫില്ലാണെങ്കിലും നല്ല കളർഫുള്ളായിരുന്നു. പിന്നെ കുറേ ഫ്രീബീസ് ഉണ്ടായിരുന്നു. ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ് ചെയ്ത ആനിമലും പിന്നെ ഇങ്ങനത്തെ ക്യൂട്ട് തൊപ്പി, പിന്നെ ഇങ്ങനെ കുറേ ഷേപ്പിലുള്ള ഇറേസർ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെന്താ പറയുക എനിക്കറിയില്ല, ഈ സാധനം ഇങ്ങനെ സാധനം ഉണ്ടായി. പിന്നെ ഒരു കുഞ്ഞ് സ്റ്റാമ്പും ഡിസി ഡേ എന്നാണ് എഴുതിയേക്കണ. എനിക്കറിയില്ല ഇതെന്തെങ്കിലും റെപ്രസെൻ്റ് ചെയ്യണതാണോ, എനിക്കറിയാത്തതായിരിക്കാം. ഇനി ഞാൻ ഓർഡർ ചെയ്ത ഓരോ സാധനമായിട്ട് കാണാം. ആദ്യം ഈ സാൻഡ് കളറിലെ ജേണലാണ് ഞാൻ വാങ്ങിയത്. ഇത് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ എലാസ്റ്റിക് വെച്ചിട്ട് ലോക്ക് ചെയ്യണ ബുക്കാണ്. പിന്നെ ഇത് ഡോട്ടഡാണ് ഇതിൻ്റെ പേജസ്. അപ്പോൾ ജേണലിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി വാങ്ങിയതാണിത്. പിന്നെ ഞാൻ വാങ്ങിയത് ജേണൽ ഫില്ലാണ്. അതായത് പേജസ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ അറ്റാച്ച് ചെയ്യൂലേ, ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് ഒരു എലാസ്റ്റിക് ഉള്ള ബുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേജസ് തീരുമ്പോൾ ഇതെടുത്ത് മാറ്റാം, അത് കഴിഞ്ഞിട്ട് വേറൊരു പുതിയത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കവറ് ചെയ്താൽ ഇതൊരു ജേണലാക്കാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. എപ്പോഴെങ്കിലും വീഡിയോയിൽ ചെയ്യാം. പിന്നെ 2 സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്. മൂന്നിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ഒരു എന്താ ഗാലക്സി കളറായിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഒരു ജേണൽ കിറ്റ് വാങ്ങി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ജേണൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ കാർഡ് സ്റ്റോക്കുകളും സ്റ്റിക്കേഴ്സും പിന്നെ കുറേ ഷീറ്റ്സും പിന്നെ ഇങ്ങനത്തെ ഒരു ജൂട്ടിൻ്റെ എന്താ ജൂട്ട് ഡ്രോപ്പിൻ്റെ ഒരു ചെറിയ പീസും അങ്ങനെ വിൻറ്റേജ് തീമിലുള്ള ഒരു ജേണൽ കിറ്റ് വാങ്ങി. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ക്ലിയർ സ്റ്റാമ്പ്സ് ഞാൻ 2 ഷീറ്റ് വാങ്ങി. രണ്ടും ഞാൻ കോട്ടേജ് കോർ തീം വിൻറ്റേജ് തീമിൽ ഉള്ളത് തന്നെയാണ് വാങ്ങിയത്. ഒരെണ്ണം ബട്ടർഫ്ലൈസിൻ്റെ ആണ്. ഇതിൽ ചില ബട്ടർഫ്ലൈൻ്റെ പേര് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാമ്പ്സിൽ ബട്ടർഫ്ലൈസ് വരുന്നത്. ഫ്ലോറൽ ഇഷ്ടമാണ്, ബട്ടർഫ്ലൈസ് ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മളുടെ ഫ്രെയിം, വിൻറ്റേജ് ഫ്രെയിം, ഇങ്ങനെ പല സൈസിലും ക്യൂട്ടായിട്ടുള്ള ചെറിയ സ്റ്റാമ്പ്. ഇനി ഞാൻ വാങ്ങിച്ച കുറച്ച് വാഷി ടേപ്സ് കാണിച്ചു തരാം. ആദ്യം ഈ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് വാഷി ടേപ്സ്, പ്ലെയിൻ കളേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ഗ്രിഡുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്. ഒരു എന്താ പറയുക ഡൾ ഷെയ്ഡ്സാണ് ഇപ്പം ഞാനിവിടെ വാങ്ങിയത്. പിന്നെ ഒരു മാപ്പിൻ്റെ പ്രിൻ്റുള്ള ഒരു വാഷി ടേപ്പ് വാങ്ങി. ഇത് എനിക്ക് ഭയങ്കര കുറേ നാളായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു. കാരണം ഇതിന് വീതി ഉണ്ട്, ചെറുതല്ല, വീതിയുണ്ട്. പിന്നെ നല്ലൊരു വിൻറ്റേജ് കൈൻഡ് ഓഫ് മാപ്പാണ്. ഈ അടുത്തത് 2 സ്റ്റാമ്പിൻ്റെ വാഷി ടേപ്സാണ്. ഒരെണ്ണം ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് ഉള്ളതും പിന്നെ ഒരെണ്ണം ആനിമൽസിൻ്റെയാണ്. ആനിമൽസിൻ്റെയും രണ്ടും ക്യൂട്ടാണ്. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വാഷി ടേപ്പ് അല്ല, ജസ്റ്റ് ഈ പേപ്പർ റോളാണ്. ഗ്രിഡുള്ള ഇതും ഒരു വിൻറ്റേജ് തീമിലെ പേപ്പർ റോളാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ സ്റ്റിക്കർ ബുക്ക്. ഇത് നല്ല എത്ര പേജാണെന്ന് അറിയില്ലല്ലോ, എന്തായാലും നല്ല കട്ടിയുണ്ട്, കുറേ പേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണം. കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ എന്താണ് ഷീറ്റുകളാണ്. പിന്നെ 2 ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ പാഡ്സ് ആണ്. ഒരെണ്ണം ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഇതാണ്. ശരിക്കൊരു പെയിൻറ്റിങ് പോലെ തോന്നും, 3D ഫീലുള്ള ഒരു സ്റ്റിക്കർ പാഡാണ്. പിന്നെ ഒരെണ്ണം ക്ലൗഡ്സിൻ്റെ സ്കൈയും ക്ലൗഡ്സിൻ്റെയും ഉള്ളതാണ്. 2 കുഞ്ഞിതാണ്, ഇത്ര ഉള്ളൂ, സ്ക്വയർ ഷേപ്പിലുള്ള ഇത്. പിന്നെ ഞാനൊരു സ്കെയിൽ വാങ്ങി. ഈ ഒരു എന്താ പറയുക ഗോൾഡൻ സ്കെയിലാണ്. ഞാൻ വിചാരിച്ച ജേണലിങ്ങിന് നമ്മൾ സ്കെയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധാ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഉണ്ടാവുന്ന സ്കെയിലാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ എന്താ പറയുക ഭംഗിയില്ലേ, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഒരെണ്ണം വാങ്ങിയതാണ്. പിന്നെ ഒരു ഹൈലൈറ്റർ വാങ്ങി. ഹൈലൈറ്റർ യൂഷ്വലി നമുക്ക് കിട്ടണ ഒരു ഫ്ലൂറസെൻറ്റ് കളേഴ്സൊക്കെ അല്ലേ, പിന്നെ പ്രൈമറി കളേഴ്സും കിട്ടാറുണ്ടെന്ന് തോന്നുന്നു. ഇത് മെറ്റാലിക് ആണ്, മെറ്റാലിക് പേൾ റോസ് ഷെയ്ഡിലുള്ളതാണ്. ഇതിൻ്റെ വേറെയും കുറേ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്
ഹൈലൈറ്ററാണ്. പിന്നെ അടുത്തതും വിൻറ്റേജ് തീമിലുള്ള സ്റ്റിക്കേഴ്സാണ്. ഇങ്ങനെ നമുക്ക് നോട്ട് എഴുതാൻ പറ്റിയ പോലത്തെ സ്റ്റിക്കേഴ്സ്. പിന്നെ ഞാൻ കുറച്ച് വിൻറ്റേജ് തീമിലെ കാർഡ് സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ 3 ബണ്ടിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം വിൻറ്റേജ് തീമിൽ തന്നെയാണ്, ഓരോ പല ഡിസൈൻ ഷീറ്റ്സ്. പിന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ഗ്രീൻ തീമിലുള്ളൊരു കിറ്റ് വാങ്ങി. ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോട്ടുകൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ വൈറ്റ് കാർഡ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഇങ്ങനത്തെ ഒരു തീമിനോട് ചേർന്ന് പോണ കുറേ ഭംഗിയുള്ള സാധനങ്ങൾ. പിന്നെ എൻ്റെ വേറൊരു ഫേവറേറ്റ് സാധനം, ഇത് ഒരു ബുക്കാണ്. ഈ ബുക്കിലും ബട്ടർഫ്ലൈസ്, ബേർഡ്സ്, ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള വിൻറ്റേജ് തീമിൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബുക്ക്. പിന്നെ ലാസ്റ്റ് ഐറ്റം, എനിക്ക് കുറേ നാളായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ള സാധനമാണ്. എല്ലാവരുടെയും ഇപ്പം ഉണ്ടാവുമായിരിക്കും. കാരണം ഞാൻ എപ്പോഴും ജേർണലിൽ ഒന്നെങ്കിൽ എഴുതി ഒട്ടിക്കും, അല്ലെങ്കിൽ പേപ്പർ കീറി ഒട്ടിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും സ്റ്റാമ്പ് വാങ്ങിക്കൂടെയെന്ന്. പക്ഷെ എനിക്ക് എന്താ പറയുക, വുഡൻ ബോക്സിലും വേണമായിരുന്നു, നല്ലത് ഒരെണ്ണം വേണമായിരുന്നു. അപ്പോൾ സ്റ്റേഷനറി പാലിലെ ആൽഫബറ്റ് ബോക്സാണ് ഇത്. ലോവർ കേസും വാങ്ങി, അപ്പർ കേസും വാങ്ങിയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഷെയ്ഡിലുള്ള വുഡൻ ബോക്സാണ്. സ്റ്റെയിൻ നല്ല ഭംഗിയുള്ള കളറാണ് വുഡൻ. പിന്നെ അതേപോലെ ഈ സ്റ്റാമ്പും വീക്കല്ല ഡേ മൺഡേ ടു സൺഡേ വരെയുള്ള സ്റ്റാമ്പ്സും പിന്നെ മന്തിൻ്റെ സ്റ്റാമ്പും ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ടോട്ട് ബാഗും കൂടെ ഉണ്ട്. ഇത് ഞാൻ വേറെ കളറാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഓർഡർ ചെയ്തപ്പോൾ ഈ കളറായിപ്പോയി. ഞാൻ ബ്രൗൺ ആണ് വിചാരിച്ചിരുന്നത്. ഇത് നല്ലതൊന്നല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അതായതുകൊണ്ട് ഇത് വന്നപ്പോൾ ഒരു വിഷമം. ഇതിൻ്റെ മറ്റേ കേർഡ് റോയ് ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. പ്ലെയിൻ വൈറ്റ് ടോപ്പിൻ്റെ ഒക്കെ ഒപ്പം ഇതിട്ടാൽ നല്ല രസമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെ ഇതിനേക്കാളും ഭംഗിയായിരിക്കും ഈ കളറിനേക്കാൾ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഉള്ളത്. ഇനി ഞാൻ സ്റ്റേഷനറി പാലിനെ പറ്റിയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാ പ്രൊഡക്ട്സും. എനിക്ക് ഇന്നാണ് ഞാനിത് ഓപ്പൺ ആക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാം കണ്ടപ്പോൾ. എന്ന് വെച്ചാൽ എല്ലാം നല്ല ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. പ്രൈസ് അങ്ങനെ ഭയങ്കര കൂടുതലൊന്നുമല്ല, കുറച്ച് ഉണ്ട്, പക്ഷേ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ്. അപ്പം നമുക്ക് വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനറി പാൽ പോയി നോക്കുക, ഓർഡർ ചെയ്യുക. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ.